മലപ്പുറം പൊന്നാനിയിലേക്കാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ദുരിത ജീവിതമാണ് അവർ നയിക്കുന്നത്. ചുവരുകൾക്ക് വിള്ളൽ വീഴുന്നതും മാലിന്യ പ്രശ്നവുമാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. വെറും 3 വർഷം മാത്രം പഴക്കമുള്ള ഈ ഫ്ളാറ്റുകൾക്കാണ് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ. ഏറെ സന്തോഷത്തോടെയാണ് പാവപ്പെട്ട ജനങ്ങൾ പുനർഗേഹം ഫ്ളാറ്റുകളിൽ താമസം തുടങ്ങിയത്. പക്ഷേ ഇവർക്കിപ്പോൾ ഇവിടെ താമസിക്കാൻ തന്നെ പേടിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിള്ളലുകളാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. തീരദേശവാസികൾക്ക് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 2022 പൊന്നാനിയിൽ സർക്കാർ നിർമ്മിച്ചു നൽകിയതാണ് ഈ ഫ്ളാറ്റുകൾ. 128 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. താമസം തുടങ്ങി 3 വർഷം പൂർത്തിയായപ്പോഴേക്കും ഫ്ളാറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ചുമരിന് കാര്യമായ വിള്ളലുകൾ വന്നിരിക്കുന്നു. കണ്ടില്ലേ ഈ വിള്ളിച്ച? ഇത് നമ്മളത് മാത്രമല്ല, ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ഈ വിള്ളിച്ച തന്നെയാണ്. ഇത് എപ്പോൾ താഴേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഫ്ലാറ്റിലും വീട് വിള്ളിച്ചാണ്. നേരത്തെ സംഭവിച്ച വിള്ളൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച കമ്പനി അധികൃതരെത്തി അടച്ചെങ്കിലും വീണ്ടും വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. കക്കൂസ് ടാങ്കുകൾ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയാണ്. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയും ഉണ്ടാകുന്നു. ടാങ്കിൻ്റെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടിയിലാണ്. കച്ചറ വെള്ളം പോണില്ല. ഞങ്ങളെ ഗവൺമെൻറ് എന്തിനായിട്ടാണ് അവിടെ കൊടുന്നിട്ടിരിക്കുന്നത്? ഈ വെള്ളത്തിൻ്റെ ടാങ്ക് എങ്കിൽ അത് ഇത്തരമുള്ള ടാങ്ക്, അതിൻ്റെ അകത്ത് വെള്ളം അടക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പെരുമാറാൻ കഴിയൂല. കിണറുകളില്ല. വാട്ടർ അതോറിറ്റി മുഖേന ലഭിക്കുന്ന പരിമിതമായ വെള്ളം മാത്രമാണ് ഏക ആശ്രയം. പലരും വീട് പൂട്ടി വാടക വീടുകളിൽ അഭയം തേടി. ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. തകർച്ചയ്ക്കൊപ്പം മാലിന്യ പ്രശ്നവുമാണ് ഇവരുടെ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നത്. ഫ്ളാറ്റിന് ചിലവഴിച്ച പണം തന്നാൽ മാത്രം മതി, തങ്ങൾ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ഈ പനിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട കുറേ കമന്റുകളൊക്കെ നോക്കുന്നു. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 3 വർഷം മുൻപ് നിർമ്മിച്ച ആ ഫ്ളാറ്റിന്റെ ദുരവസ്ഥ ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കണ്ടതാണ്. ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രതികരണങ്ങൾ കാണാം. ബുദ്ധിമുട്ട് എല്ലാ ടാങ്കെല്ലാം മുട്ടിക്കെടുക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും വലിയ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ അത് 10 റുപ്യ കിട്ടുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട് തന്നെ ഈ ടാങ്കിൻ്റെ ശരിയായി കിട്ടിയാൽ മതി. 4 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇവിടെ ഒരു ബ്ലോക്കിൽ 8 വീടാണ്. അതിൽ 4 വീട്ടുകാർക്ക് ചെറുമാതിരി ടാങ്കിയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മാസം മാസം പൊട്ടിയൊരിക്കുക. വേസ്റ്റ് വെള്ളം അപ്പി വെള്ളം പോകാൻ എന്താ ഇത്ര വേഗം ഇത് വൃത്തിയാക്കലാണ്. 3000-2000 ഒക്കെ വേണം വൃത്തിയാക്കാൻ. 4 കൊല്ലായില്ല ഇവിടെ. ഈ മാസത്തേക്ക് 4 കൊല്ലായി ഇവിടെ വന്നിട്ടും. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ കഷ്ടപ്പെടില്ല. എന്തുകൊണ്ടിട്ടാണ് നമ്മളെ കാസ്റ്റയും ഉത്തരവൊന്നും പോകാൻ വയ്യില്ല. ഈ അപ്പി ടാങ്കി ഫുള്ള് നിറഞ്ഞിട്ട് ഈ താമസിക്കുന്നവരാണ് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ വൃത്തിയാക്കിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഈ കച്ചറ വെള്ളം പോകാനുള്ള ഒരു സൗകര്യമില്ല. വെള്ളത്തിനാണെങ്കിൽ പൈസ കൊടുക്കണം. 20,000 ഉറുപ്പ്യ വന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ പൈസ. കടപ്പാക്കാരാണ് ഞങ്ങൾ, കൊടുക്കാനൊന്നും പാകില്ല.